ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ഹിസ് ലൈഫ്. നമ്മുടെ പറമ്പിൽ ഒരു കപ്പ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഒത്തിരി കായ ഉണ്ടായിട്ടുണ്ട്. അത് പറിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഞാനിത് ഒത്തിരി ചെറിയ പീസുകളാക്കി എടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ 2 പീസാക്കിയിട്ട് നടുക കീറി എടുത്തിട്ട് നമ്മൾ കപ്പയ്ക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കാന്താരി മുളകും ഇവിടെ ഞാൻ കപ്പ നടുന്ന സമയത്ത് ആകപ്പാടെ അതിനിട്ട് കൊടുക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ അടുപ്പിൽ നിന്ന് കിട്ടുന്ന ചാരം, നമ്മൾ വിറക് കത്തിച്ചിട്ടുണ്ടാവുന്ന ചാരം, അതിന്റെ കൂട്ടത്തിൽ തന്നെ കരിയില് നമ്മുടെ മുറ്റത്ത് വീഴുന്ന പ്ലാവിന്റെ മാവിന്റെ അതിന്റെ ഇലയും കൂട്ടിയിട്ടാണ് ഒരു കുഴി എടുത്തിട്ടാണ് കപ്പ നട്ടു കൊടുക്കാറുള്ളത്. അല്ലാതെ ഒന്നും നമ്മൾ അതിന് കൊടുക്കാറില്ല കേട്ടോ. മഴ പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഇതിൽ എത്രത്തോളം കപ്പ ഉണ്ടെന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്തായാലും നമുക്കിതൊന്ന് പറിച്ചു നോക്കാം. പാടത്തത്തെ പോലെ ഇത് പറിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ. നല്ല വെയിറ്റ് ഉള്ളത് പോലെ ഉണ്ട്. മണ്ണ് നല്ല ഉറച്ചിട്ടായതുകൊണ്ട് വിക്കാസൊക്കെ എടുത്ത് വന്നതാണ് കേട്ടോ. ഇതിന്റെ സൈഡിൽ കൂടെ ഒക്കെ കിഴങ്ങ് കാണുന്നുണ്ട് കേട്ടോ. എത്രത്തോളം വലിപ്പമുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. ഇവിടെയൊക്കെ ഉണ്ട്. പൊട്ടിപ്പോവോന്നറിയില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കട്ടെ ഫസ്റ്റ്. പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറിച്ചെടുത്തപ്പോ കിഴങ്ങ് ഉണ്ട് കേട്ടോ, അത്യാവശ്യമൊക്കെ ഉണ്ട്. നമ്മളീ കപ്പ പറിച്ച സമയത്ത് കപ്പന്റെ ചോട്ടിലുണ്ടായതാണ് കേട്ടോ ഈ കറുത്ത ഈ പപ്പായന്റെ തൈ. അപ്പൊ അത് ഈ കപ്പ എടുത്ത സ്ഥലത്തുനിന്ന് നട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കുഴി എടുക്കുന്നത്. ഉറക്കം വരുന്നുണ്ടോ? കപ്പ വേണോ? അപ്പൊ നമ്മുടെ കപ്പ ക്ലീൻ ആക്കിയിട്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ഒരുപാട് കമ്പുകൾ ഉണ്ടായിരുന്നു. അതൊന്നും പറിച്ചിട്ട് ഇത്രയും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് പറിച്ചപ്പോ ഇത്രയും എക്സൈറ്റ്മെന്റ് ഉള്ളത്. അപ്പൊ ഇനി ഇത് ചെറുതായി കട്ട് ചെയ്തിട്ടൊന്ന് കുക്കറിലിട്ടിട്ട് വരട്ടെ. അതൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ജസ്റ്റ് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പൊ ഞാനിത് ഒത്തിരി ചെറിയ പീസുകളാക്കി എടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ 2 പീസാക്കിയിട്ട് നടുക കീറി എടുത്തിട്ടതുള്ളൂ. ഇങ്ങനെ ഇത്ര വലുപ്പത്തില്, എൻ്റെ ഒരു കൈയിന്റെ എത്ര വലുപ്പത്തിലാണ് ഞാനിത് പീസാക്കി എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ജസ്റ്റ് പുഴുങ്ങിയെടുക്കുന്നതാണ് കേട്ടോ. ഫസ്റ്റ് തിളപ്പിച്ച് ഊറ്റിയെടുക്കുന്നുണ്ട്. കട്ട് കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചമ്മന്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാന്താരി പൊട്ടിച്ചെടുക്കുന്നത്. കാന്താരിയും പിന്നെ വെളുത്തുള്ളിയും
ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കപ്പയിലേക്ക് ഇവിടെ ചമ്മന്തി തയ്യാറാക്കി എടുക്കുന്നത്. പക്ഷെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാന്താരി ഇതില്. നമ്മൾ കപ്പയ്ക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കാന്താരി മുളകും കുറച്ചധികം തന്നെ വെളുത്തുള്ളിയും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് കല്ലുപ്പാണ്. അത് നമ്മുടെ കല്ലിലൊന്ന് അരച്ചെടുക്കുകയാണ്. ഫസ്റ്റ് കല്ലുപ്പാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. ഞെട്ടിയെല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ മുളകിന്റെ. അപ്പൊ നമ്മുടെ കപ്പ ഏകദേശം തിള വരാനായിട്ടുണ്ട് കേട്ടോ. ഇത് തിള വന്നിട്ട് വേണം ഇതൊന്ന് വാർത്തെടുത്ത് വീണ്ടും ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കപ്പ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ അരച്ചെടുത്തൊരു കാന്താരി ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരല്പം മാത്രം മതി. ഒരു തട്ട് കപ്പ നമുക്ക് അകത്താക്കാൻ വേണ്ടിയിട്ട് അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. വെളുത്തുള്ളിയും കാന്താരിയും വെച്ചിട്ടുള്ള ഈ ചമ്മന്തിയും കപ്പയും. അപ്പൊ നമ്മൾ അപ്പുറത്തെ പറമ്പിൽ നിന്നൊരു ഇലയൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൊട്ട അയൽവാസിന്റെ പറമ്പിൽ നിന്ന് ചോദിച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ കപ്പ, നല്ലോണം കുക്കായിട്ടുണ്ട്. ഒരു കയ്പ് ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇപ്പൊ ഇത്രയും മഴയൊന്നും പെയ്തിട്ടൊന്നും അടിപൊളിയാണ്. ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള നാരങ്ങാച്ചാറ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മൾ കാന്താരിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ്. പിന്നെ കിളിമീനാണ് കേട്ടോ ഒരെണ്ണം എടുത്തിട്ടുള്ളത്. അടിപൊളി കോമ്പിനേഷൻ ആണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എപ്പോഴെങ്കിലും കപ്പൊക്കെ കിട്ടുന്ന സമയത്ത്. അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കഴിച്ചു നോക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. മഴ പെയ്താല് ചിലപ്പോ കപ്പയ്ക്ക് കയ്പ് ഉണ്ടാവും, കയ്പ് ടേസ്റ്റ് വരും എന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന് അതൊന്നും വന്നിട്ടില്ല കേട്ടോ. എന്തോ നമ്മുടെ ഭാഗ്യം കൊണ്ട് അടിപൊളിയാണ്. അപ്പൊ ഞാനിതൊന്ന് കഴിച്ചു തീർക്കട്ടെ കേട്ടോ. സൈനിങ് ഓഫ് പറയാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പൊ അടുത്ത ദിവസം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ഹിസ് ലൈഫ്.